കാഴ്ചയിൽ കൂടുതൽ സൗന്ദര്യം തോന്നുന്നതെന്തിനും എപ്പോഴും ഓർക്കത്തക്ക രീതിയിൽ വേദനിപ്പിക്കുന്ന മുള്ളുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് റോസ്, ബോഗൻവില്ല. പഴയ പ്രേതകഥകളിൽ ബോഗൻവില്ലകളെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ പതിവായിരുന്നു. അവയെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ ബോഗൻവില്ല പൂത്തുലഞ്ഞു നിൽക്കുന്ന വീടുകൾ കാണുമ്പോൾ നിങ്ങളിൽ അജ്ഞാതമായ ഒരു ഭയം ഉണർത്തും. ഒരുപക്ഷെ ബോഗൻവില്ലകൾ സെമിത്തേരിയിൽ കൂടുതലായി കണ്ടിട്ടുള്ളത് കൊണ്ടാകാം മറ്റു പൂക്കളിൽ നമുക്ക് കാണാൻ കഴിയുന്ന നൈർമല്യമോ സൗരഭ്യമോ ഒന്നും കാണാൻ കഴിയാത്ത അവ കടലാസു പൂക്കളായത്. നമ്മുടെ മനസ്സിൽ അവ പൂക്കൾക്കിടയിലെ കാപട്യക്കാരായത്. പണ്ടെപ്പോഴൊക്കെയോ വായിച്ചിട്ടുള്ള പ്രേതകഥകളിലും ബോഗൻവില്ല ഒരു ദുരൂഹ സാന്നിധ്യമായിരുന്നത് കൊണ്ടുമാകാം. എന്നാൽ ഈ പേരിന്റെ ഉത്ഭവം തന്നെ ഒരു സ്നേഹബന്ധത്തിന്റെ കഥയാണ്. ഈ സസ്യങ്ങളെക്കുറിച്ച് ആദ്യമായി വിവരിച്ച യൂറോപ്യൻ ഫിലിബേർട്ട് കൊമേഴ്സൺ ആയിരുന്നു. ഫ്രഞ്ച് നാവികസേനയുടെ അഡ്മിറൽ ലൂയി അൻഡോയിൻ ഡി ബോഗൻവില്ലെ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാനുള്ള യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന സസ്യശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. താൻ കണ്ടെത്തിയ ചെടിക്ക് ഫിലിബേർട്ട് കൊമേഴ്സൺ തന്റെ സുഹൃത്തിന്റെ പേരിടുകയായിരുന്നു. ലോകമുള്ള കാലത്തോളം തന്റെ സുഹൃത്ത് ബോഗൻവില്ലെ ഓർമ്മിക്കപ്പെടണമെന്നാഗ്രഹിച്ച് തന്റെ പേര് നൽകാതെ സുഹൃത്തിന്റെ പേര് നൽകുകയായിരുന്നു. ഈ അച്ഛൻ പറയുന്നത് കേൾക്കൂ. കടുത്ത വേനലിലൂടെ നമ്മുടെ നാട് കടന്നു പോകുന്ന ഒരു കാലാണ്. എന്തൊരു ചൂടാണല്ലേ! ഈ ചൂടത്ത് എല്ലാ ചെടികളും പൂക്കളും കണ്ണടയ്ക്കുമ്പോൾ ഒരു ചെടി മാത്രം കാര്യമായിട്ട് വിടർന്നു നിൽക്കുന്നുണ്ട്. ബൊഗെയിൻവില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ നിറച്ച് ബൊഗെയിൻവില്ല പൂക്കളുള്ള ഒരു കാലാണ്. ഈ ബൊഗെയിൻവില്ല ചെടിക്കൊരു ചരിത്രമുണ്ട്. ഈ ബൊഗെയിൻവില്ല എന്ന് പറയുന്ന ഒരു ജനുസ് കണ്ടെത്തുന്നത് 1767 ഫിലിബർട്ട് കൊമിക്കോ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ബോട്ടണിസ്റ്റ് ആണ് ഇത് കണ്ടെത്തുന്നത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. ഈ മനുഷ്യൻ ഇത് കണ്ടെത്തിയിട്ട് അതിനിട്ട പേര് ബൊഗെയിൻവില്ല എന്നാണ്. അതെന്താണ് അങ്ങനെ പേരിടാൻ കാരണം? അത് അങ്ങേരുടെ സുഹൃത്തിന്റെ പേരാണ്. ലൂയി ദെ ബൊഗെയിൻവില്ല എന്നായിരുന്നു കൂട്ടുകാരന്റെ പേര്. ആ കൂട്ടുകാരന്റെ പേരാണ് ആ ചെടിക്കിട്ട് കൊടുത്തത്, സ്വന്തം പേരല്ല. ഒരുപക്ഷെ മനുഷ്യൻ ഭൂമിയിലുള്ളിടത്തോളം കാലം ഓർക്കുന്നത് ഈ ഫിലിബർട്ടിനെയല്ല, ബൊഗെയിൻവില്ലയാണ്. എത്ര വലിയ മനസ്സാണല്ലേ! തന്റെ പേര് അനശ്വരമാകാൻ കാരണമാകുന്ന ഒരു കണ്ടുപിടുത്തത്തിന് തന്റെ സുഹൃത്തിന്റെ പേരിട്ട് കൊടുത്തിട്ട് അവന്റെ നാമം അനശ്വരമാകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ്